നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്ക് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ 50% റോഡുകളും BM&BC നിലവാരത്തിൽ ഉയർത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നവീകരിച്ച കടത്തനാടൻകല്ല് ഞെള്ളോറപ്പള്ളി റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന പാത 38 PU-KC റോഡിൽ നിന്ന് ആരംഭിച്ച് അമ്പലക്കുളങ്ങര വട്ടക്കണ്ടിപ്പാറ റോഡിൽ അവസാനിക്കുന്ന പ്രധാന പാതയാണ് കടത്തനാടൻകല്ല് ഞെള്ളോറപ്പള്ളി റോഡ്. 3.5 കോടി രൂപ ചെലവിട്ടാണ് 2 കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ നവീകരണം നടത്തിയത്. സുരക്ഷയുടെ ഭാഗമായി സൂചനാ ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ പദ്ധതി ആവിഷ്കരിച്ചതിനേക്കാൾ കൂടുതൽ കിലോമീറ്റർ റോഡുകൾ BM&BC നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെന്നും 2025ഓടെ കേരളത്തിലെ ദേശീയപാത വികസനം പൂർത്തിയാക്കുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BM&BC. BM&BCയിൽ ഒരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഒരു ദീർഘകാലത്തേക്ക് മറ്റു കുഴപ്പങ്ങളില്ലാതെ പോകുന്നു എന്നുള്ളതാണ് അനുഭവം. 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 50% റോഡുകളും BM&BC റോഡുകളാക്കി 5 വർഷത്തിനുള്ളിൽ മാറ്റം വരുത്തണം എന്നാണ് നിശ്ചയിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ സർക്കാർ വന്ന് 3.5 വർഷമാകുമ്പോൾ തന്നെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ 50% റോഡുകളും BM&BC ആക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK ഹാഷിം റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ചന്ദ്രി, കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT നഫീസ, ഉത്തരമേഖലാ നിരത്ത് വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PK മിനി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിതിൽ ലക്ഷ്മണൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സുരേന്ദ്രൻ, കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK മോഹൻദാസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ K രജിത, PP ചന്ദ്രൻ, കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കൈരളി, ഗ്രാമപഞ്ചായത്ത് അംഗം K നിഷ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രാവർത്തികമാക്കി കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂൾ. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്കൂളിൽ സൂംബ ഡാൻസ് ഒരുക്കി. വിദ്യാർത്ഥികളുടെ മാനസികോർജം വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ വിദ്യാഭ്യാസ വർഷാരംഭത്തിൽ വിദ്യാർത്ഥികൾക്കായി സൂംബ ഡാൻസ് പരിശീലിപ്പിക്കുന്നതിന് അവസരമൊരുക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ മാറ്റങ്ങളെക്കുറിച്ച് 2 മാസം മുൻപാണ് ഒരു വേദിയിൽ മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളാണ് തന്റെ സ്കൂളിലെ കുട്ടികൾക്ക് സൂംബ ഡാൻസ് പഠിപ്പിക്കാൻ പ്രചോദനമായതെന്നും PTA അംഗങ്ങളോട് ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അവരുടെ പരിപൂർണ പിന്തുണയും ലഭിച്ചുവെന്നും പ്രധാനാധ്യാപിക B ഷെറീന പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഒരു ന്യൂസ് കണ്ടു. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം, മാനസിക ആരോഗ്യം, ശാരീരിക ക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ സൂംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി ആ ഒരു വാർത്ത നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നൂതനമായ ആശയങ്ങൾ എല്ലാം തോട്ടുമുക്കം ഗവൺമെൻറ് UP സ്കൂൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രക്ഷിതാക്കളും കുട്ടികളും പഞ്ചായത്ത് അടക്കം എല്ലാവരും അതിനെ ആവേശപൂർവ്വമാണ് സ്വീകരിച്ചത്. അവധിക്കാലത്തിന്റെ അവസാന ദിവസങ്ങളിൽ നന്ദന ടീച്ചറുടെ നേതൃത്വത്തിൽ ഡാൻസിൽ അഭിരുചിയുള്ള ഏതാനും കുട്ടികളുമായി പരിശീലനം നടത്തിയാണ് സൂംബ ഡാൻസ് പരിശീലിപ്പിച്ചത്. ഇപ്പോൾ പരിശീലനം ലഭിച്ച കുട്ടികൾ മറ്റു കുട്ടികൾക്ക് പരിശീലനം നൽകും. വിദ്യാർത്ഥികൾക്കൊപ്പം പ്രവേശനോത്സവത്തിനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, പ്രധാനാധ്യാപിക ഷെറീന, രക്ഷിതാക്കൾ തുടങ്ങിയവർ സൂംബ ഡാൻസിൽ പങ്കെടുത്തിരുന്നു. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം സൂംബ ഡാൻസ് പരിശീലനം ഉണ്ടാകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. മാനവികതയും പൗരബോധവും ഉൾപ്പെടുത്തിയുള്ള പാഠ്യപദ്ധതിയാണ് സംസ്ഥാനത്ത് ഇത്തവണ നടപ്പാക്കുന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അറിവിലൂടെ നന്മയെയും തിന്മയെയും തിരിച്ചറിയാനുള്ള കരുത്ത് കുട്ടികൾക്കുണ്ടാവണമെന്ന് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ജില്ലയിലെ വിവിധ സ്കൂളിലെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രിമാർ. വിദ്യാലയങ്ങളിൽ 2 ആഴ്ചത്തേക്ക് ഒരു ദിവസം 1 മണിക്കൂർ പൗരബോധം വളർത്തുന്ന ക്ലാസുകൾ നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്.
അതിനൊപ്പം സൂംബ ഡാൻസും സ്കൂൾ പഠനത്തിന്റെ ഭാഗമാക്കും. കായികക്ഷമത വർദ്ധിപ്പിക്കുക, മാനസികോല്ലാസം നൽകുക എന്നീ ലക്ഷ്യത്തോടെ സൂംബ ഡാൻസും പഠനത്തിന്റെ ഭാഗമാകുമ്പോൾ ലഹരിക്കെതിരെ പോരാട്ടം കൂടുതൽ ശക്തമാകും. സമഗ്ര ഗുണമേന്മാ വർഷമായി ഇത്തവണത്തെ അധ്യയന വർഷത്തെ പരിഗണിക്കുന്നുണ്ട്. ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ നേടേണ്ട അറിവും കഴിവും അതത് ക്ലാസ്സിൽ വെച്ച് നേടിയെന്ന ഇതിലൂടെ ഉറപ്പാക്കും. ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ പഠന നിലവാരം മനസ്സിലാക്കുകയും ആവശ്യമായ പിന്തുണ നൽകി കുട്ടികളെ പഠനത്തിൽ മുന്നേറാൻ പ്രാപ്തരാക്കുകയുമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. മാനവികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലാസ് ഉൾപ്പെടെയായി നൽകുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ അധ്യയന വർഷത്തിൻ്റെ പ്രത്യേകത. 2 ആഴ്ച കാലത്തേക്ക് 1 മണിക്കൂർ ഒരു ദിവസം വിവിധ വിഷയങ്ങളിൽ പൗരബോധമുളവാക്കുന്ന ക്ലാസ്സുകൾ നൽകാൻ വേണ്ടി സർക്കാർ നിശ്ചയിച്ച വിവരവും നിങ്ങൾക്കറിയാം. അതോടൊപ്പം സൂംബ ഡാൻസ് പഠനവും ഇത്തവണ സ്കൂളിലെ പഠനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. കായികക്ഷമത വർദ്ധിപ്പിക്കുക, മാനസികോല്ലാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ സൂംബ ഡാൻസ് കൂടി പഠനത്തിൻ്റെ ഭാഗമാകുമ്പോൾ ലഹരിക്കെതിരെയുള്ള പൊരുതലിലാണ് നമ്മൾ ഓരോരുത്തരും. അതിന് എല്ലാവരും കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. സമഗ്ര ഗുണമേന്മ വർഷമായി ഇത്തവണത്തെ അധ്യയന വർഷത്തെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടേണ്ട അറിവും കഴിവും അതാത് ക്ലാസ്സിൽ വെച്ച് തന്നെ നേടിയെന്ന് ഉറപ്പാക്കുക എന്നത് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമാണ്. ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ പഠനനില അറിഞ്ഞുകൊണ്ട് അതാത് അവസരങ്ങളിൽ ആവശ്യമായ പഠന പിന്തുണ ഉറപ്പാക്കി പഠനത്തിൽ മുന്നേറാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ തലമുറയിൽ ചെറുപ്പത്തിൽ തന്നെ മതേതര ജനാധിപത്യ ബോധം വളർത്തിയെടുക്കാൻ അതിക്രമങ്ങളും വർഗീയതയും ഇല്ലാത്ത നാടായി കേരളം മാറുമെന്നും അതിന്റെ ചുവടുവെപ്പാണ് ഈ വർഷം മുതൽ വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ മാറ്റങ്ങളിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ചേവായൂർ ഉപജില്ലാ കക്കോടി പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഒറ്റത്തെങ്ങ് ഗവൺമെന്റ് UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പറഞ്ഞു. പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. പല വികസിത രാജ്യങ്ങളോടും കിടപിടിക്കുന്ന രീതിയിൽ മുന്നോട്ടു പോകുന്ന മേഖലയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെന്നും അവർ പറഞ്ഞു. പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഓരോ വർഷവും നമ്മുടെ സ്കൂളിലേക്കുള്ള കുഞ്ഞുങ്ങളുടെ ഒഴുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മികവിൽ നിന്ന് മികവിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ പൊതുവിദ്യാലയങ്ങൾ ക്ഷയിച്ചു തുടങ്ങിയിടത്ത് നിന്ന് കരകയറ്റിക്കൊണ്ടാണ് ഇന്ന് പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഉള്ള വലിയ മാറ്റം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നതായിരുന്നു അന്നത്തെ സർക്കാർ ലക്ഷ്യം വെച്ചതെങ്കിൽ അതിൽ നിന്നെല്ലാം ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുകയും അതിൽ നിന്ന് വ്യത്യസ്തമായി വീണ്ടും എന്ത് എന്ന ചർച്ചയിലൂടെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും എത്തിയിരിക്കുന്നത്. നമുക്ക് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ ഈ അധ്യയന വർഷത്തിലുണ്ട്. പെരിങ്ങളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ PTA റഹീം MLA അധ്യക്ഷത വഹിച്ചു. നവാഗതരായ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി വരവേറ്റു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ പുത്തൻപുരയിൽ, DDE C മനോജ് കുമാർ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി സ്വാഗതവും SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം നന്ദിയും പറഞ്ഞു. ഒറ്റത്തെങ്ങ് ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളുകൾക്ക് നൽകുന്ന സ്പോർട്സ് ലാബ് കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനവും പ്രസിഡന്റ് നിർവഹിച്ചു. പ്രധാന അധ്യാപിക CG ആശാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT വിനോദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താഴത്തേയിൽ ജുമൈലത്ത്, വാർഡ് മെമ്പർമാരായ CT ശിവാനന്ദൻ, ശുഭ, അജിത നിരവത്ത്, KT സിയാബ്, AEO ഓഫീസർ സീനിയർ സൂപ്രണ്ട് T സജീവ്, ചേളന്നൂർ DRC പ്രതിനിധി ഷാജീവ് മാസ്റ്റർ, PTA പ്രസിഡന്റ് ദീപേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി പ്രധാന അറിയിപ്പുകൾ നോക്കാം.
വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.